പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ രാവിലെ കാലനാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, നമ്മെ സ്നേഹിക്കുന്ന നല്ല ഒരു പിതാവ്. ഹല്ലേലൂയ. യേശുവിനെ ജീവിതത്തിൽ അറിഞ്ഞവരുടെ വിശ്വാസം പറഞ്ഞു തീരാൻ കഴിയാത്തതാണ്. ഹല്ലേലൂയ. യേശു ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇനിയും വീണ്ടും വരും. ആ പ്രത്യാശയോടെ നാം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ആണ്ടുകളും ദിവസങ്ങളും ഓരോന്നും കഴിയും തോറും പ്രീതി മക്കളെ, നമ്മുടെ കാത്തിരിപ്പ് ഹല്ലേലൂയ അധികമായിട്ട് വർദ്ധിച്ചു വരികയാണ്. കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആരംഭത്തിൽ യേശുവിനെ അറിഞ്ഞവരുടെ ആ വിശ്വാസത്തെക്കാൾ ഇന്നുള്ള വിശ്വാസികളുടെ വിശ്വാസം മഹത്തരമാണെന്ന് ദൈവം കണക്കാക്കുന്നു. നോക്കൂ, അവർ വ്യക്തിപരമായി യേശുവിനെ കാണുകയും കേൾക്കുകയും ചെയ്തു. തൻ്റെ പുനരുത്ഥാന ശേഷം പോലും അവർ യേശുവിനെ കണ്ടു. ഹല്ലേലൂയ. ഇന്ന് നാം ഓരോരുത്തരും യേശുവിനെ കണ്ടിട്ടില്ലെങ്കിലും യേശുവിനെ സ്നേഹിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രീതി മക്കളെ, അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നാം ഓരോരുത്തരും കാണാതെ കർത്താവിലങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ് പ്രിയ മക്കളെ. നോക്കൂ, കാണാതെ വിശ്വസിക്കുന്നവർക്കും ദൈവം അനുഗ്രഹം പകർന്നു നൽകുകയാ ചെയ്യുന്നത്. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നോക്കൂ, പറഞ്ഞു തീരാത്ത ആ സന്തോഷമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഹല്ലേലൂയ. നോക്കുക, ഇവിടെ പറയാ എങ്ങനെയാണ് പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷകരമായ ജീവിതം ഏതൊരു വിശ്വാസിക്കും നയിക്കുവാന് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് നോക്കാം. അതായത് സ്നേഹിക്കുവാൻ ജീവിതത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. സ്നേഹിക്കുവാൻ ജീവിതത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ. നമുക്ക് അടുത്തതായിട്ട് ആശ്രയിക്കാൻ എന്തെങ്കിലും വേണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ സന്തോഷകരമായ ജീവിതം നയിക്കാം. ഇവയിൽ 3 യേശുവിന് നാം മുൻസ്ഥാനം കൊടുക്കണം പ്രിയ മക്കളെ. അവിടെയാണ് വിജയകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, നാം തെരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ വിശുദ്ധ ജനമാണ്. ഹല്ലേലൂയ. അതിനാൽ തെരഞ്ഞെടുക്കുന്നവരെ യോഗ്യത ഉള്ളവരാക്കുകയും നമ്മുടെ കർത്താപ്പച്ചൻ ചെയ്തെടുക്കുക. ഹല്ലേലൂയ. നമ്മളെ യോഗ്യരാക്കി എടുക്കുക. നാം പറയും, അയ്യോ എനിക്കൊന്നും ഇതിന് യോഗ്യതയില്ല, എന്നെക്കൊണ്ട് കഴിയത്തില്ലെന്നും പറഞ്ഞ് നാം മാറിയിരിക്കുന്നത്. ഈ പുതിയ വർഷത്തിൽ കർത്താവിന്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് പക്ഷെ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്തിനാ? നമ്മൾ യോഗ്യതയുള്ളവരാക്കി തീർത്തിരിക്കുക. ഹല്ലേലൂയ. നാം ഒരു ജോലി നോക്കിയാണെങ്കിൽ അതിന് യോഗ്യതയുള്ളവരാണോ എന്ന് നോക്കിയ ആ സ്ഥാപനത്തിൽ ആ ജോലി നൽകുന്നത്. അതായത് യോഗ്യതയുള്ളവരെ അവിടെ തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ ദൈവം നേരെ തിരിച്ചാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മത്തായി സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ 3-ാം മണി നേരത്തും 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ജോലിക്ക് കടന്നു വന്നവരെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നോക്കെ, നമ്മെ ഏൽപ്പിച്ചതോ നമ്മൾ വിശ്വസ്തയോട് ചെയ്യുക. ഹല്ലേലൂയ. അയോഗ്യരായവരെ ദൈവം തെരഞ്ഞെടുക്കുകയും അവരെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾ തന്നെ നമുക്കൊരു വിധിയും കൽപ്പിച്ചിരിക്കുക, എന്നെ കൊണ്ട് ഇതൊക്കത്തില്ല എന്ന്. നോക്കെ, നമ്മെ വിശ്വസ്തയോടെ നിൽക്കുന്ന നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ഒരു യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞ് നാം ഇരിക്കുമ്പോൾ നമ്മെ തെരഞ്ഞെടുത്തത് എൻ്റെ ദൈവമാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ പോലെ അല്ല, നമ്മെ സകലത്തിലും അനുഗ്രഹിക്കുകയും
ആനന്ദവും സന്തോഷവും ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇടയായി തീരുകയും ചെയ്യും. ഹല്ലേലൂയ. നാം യേശുവിനെ ആന്തരികമായിട്ട് അതായത് അക്ഷരികമായിട്ട് കണ്ടിട്ടില്ലെങ്കിലും ആത്മീയമായിട്ട് അറിഞ്ഞ് വിശ്വസിച്ച് നമ്മൾ ഉറച്ചിരിക്കുക. ഹല്ലേലൂയ. കർത്താവിനെ നമ്മൾ കണ്ടതുപോലെ നമ്മളങ്ങ് വിശ്വസിച്ച് ഉറച്ചിരിക്കുന്നത്. അതിനാൽ നമുക്ക് എന്തൊക്കെയാ ലഭിച്ചതെന്ന് നമ്മൾ നോക്കാം. അതായത് നാം ലോകത്തിലുള്ളവരെങ്കിലും ലോകക്കാരും നമ്മെ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുക. ഹല്ലേലൂയ. നാം ലോകക്കാരല്ല, നമ്മൾ ലോകത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്, നമ്മൾ ലോകക്കാരല്ല. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ മക്കളാ, നമ്മെ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രിയ മക്കളെ, നോക്ക് 4-ാം വാക്യം പറയുന്നുണ്ട്, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുക. ഹല്ലേലൂയ. നാം ദൈവ വിഷയമായി സമ്പന്നരാകണം പ്രിയ മക്കളെ. ഹല്ലേലൂയ. ആത്മീയമായിട്ട് നമ്മൾ സമ്പന്നരായിരിക്കണം, ദൈവ വിഷയമായിട്ട് നമ്മൾ സമ്പന്നരായിരിക്കണം. അതുകൊണ്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. ഹല്ലേലൂയ. നീ ഇത്രയും നാൾ ഈ സമ്പാദിച്ചൊക്കെ ഉണ്ടാക്കിയത് ആർക്കാകും പിന്നീട്? ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഓരോ ദിനവും കടന്നു വരും തോറും കർത്താവിനോട് നമ്മൾ ഏറ്റവും അടുത്തടുത്ത് വരികയാണ്. ഹല്ലേലൂയ. കർത്താപ്പച്ചനോട് നമ്മൾ ചേർന്ന് നിൽക്കുക. അപ്പനുള്ള ആ സ്നേഹത്തിലൂടെ നമ്മളെ ആഴ്ന്നിറങ്ങുന്നവരായി തീരണം. ഹല്ലേലൂയ. നോക്കൂ, അടുത്തതായിട്ട് നോക്കൂ, നാനാ പരീക്ഷകളാൽ ദുഃഖിക്കുന്നവരെങ്കിലും ആനന്ദിക്കുന്നവരാ. ഹല്ലേലൂയ. നമ്മൾ യേശുവിൽ ആശ്രയം വെച്ചിരിക്കുന്നത് സന്തോഷവും സമാധാനവും നമുക്ക് തരുന്നത് അപ്പനാ. ഹല്ലേലൂയ. ദുഃഖമാണെങ്കിലും അതിൽ സന്തോഷിക്കുവാൻ വകയുണ്ട്. ദൈവിക വിഷയത്തിൽ നമ്മളെ സമ്പന്നരാ, ദൈവവചനത്തിൽ നമ്മൾ സമ്പന്നരാ. അതുകൊണ്ട് നമ്മുടെ ദുഃഖമെല്ലാം മാറ്റിത്തരുവാൻ ഒരു ദൈവത്തിന്റെ വചനം നമ്മുടെ ഹല്ലേലൂയ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറിപ്പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് കർത്താവിന്റെ മക്കളാണെന്ന് പറഞ്ഞ് പലയിടങ്ങളിലും നമ്മളെ തള്ളിക്കളയുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, നമ്മെ താങ്ങി നടത്തുന്ന, അവിടെ ഒന്നും ലജ്ജിപ്പിക്കാതെ നിർത്തുന്ന നല്ലൊരു പിതാവിലാണ് നാം ഓരോരുത്തരും ആശ്രയം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ പിതാവിലുള്ള ആശ്രയം നമ്മിൽ ഉള്ളപ്പോൾ നമ്മൾ ലജ്ജിക്കുവാൻ ഇടയാകത്തില്ല. പലരും നമ്മളെ മാറ്റി നിർത്തുന്ന സ്ഥാനത്ത് നമുക്ക് മുൻസ്ഥാനം തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. നമ്മെ തെരഞ്ഞെടുത്തുവെങ്കിൽ നാം തമ്മിൽ സന്തോഷിക്കുന്നവരായി, ഏത് കാര്യത്തിലും ഏത് നേരത്തിലും നമ്മൾ സന്തോഷിക്കുന്നവരായി തീരണം. കാരാഗ്രഹത്തിൽ കിടന്ന ഹല്ലേലൂയ പത്രോസ് അപ്പോസ്തലൻ, പൗലോസ് അപ്പോസ്തലൻ എല്ലാവരും എന്താ സന്തോഷിക്കുക ചെയ്യുന്നത്? ഹല്ലേലൂയ. എവിടെയും കർത്താവിനെ പാടി സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ഏത് കാരാഗ്രഹമാവട്ടെ, ഏത് ഹല്ലേലൂയ അതായത് ഇരുട്ട് അറിയാവട്ടെ, എവിടെയായിരുന്നാലും യേശുവിനെ പാടി സ്തുതിക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. നമുക്കൊരു അവകാശമുണ്ട്. നമ്മുടെ അവകാശം പിടിച്ചു പറിക്കുവാൻ ആർക്കും സാധിക്കയില്ല. ഹല്ലേലൂയ. നമ്മുടെ അവകാശം നമ്മുടെ അപ്പനാണ് ഉള്ളത്. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 1:5 പറയുന്നുണ്ട്, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിന് തന്നെ ഹല്ലേലൂയ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുക. പ്രിയ മക്കളെ, യേശുവിലുള്ള ആശ്രയത്തിലാ നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, യോസേഫിനെ എന്താണ് സഹോദരന്മാർ പലവിധത്തിലും ചുമത്തിയെങ്കിലും ദൈവം ഹല്ലേലൂയ പലയിടത്തും മാനിച്ചു. ഹല്ലേലൂയ. എവിടെയൊക്കെ മാനിക്കാമോ പിന്നീട് സഹോദരന്മാരും മാതാപിതാക്കളും ഹല്ലേലൂയ യോസേഫിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. നമ്മെ മാറ്റി നിർത്തിയ സ്ഥാനത്ത് ഹല്ലേലൂയ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്നവർ കാണാം. അതായത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്ന അനേക ജീവിതങ്ങൾ നമ്മുടെ അടുക്കലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രീതി മക്കളെ, ദൈവസന്നിധി നമുക്ക് ഹല്ലേലൂയ വിശ്വസ്തയോടെ നമുക്ക് മുന്നേറാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കി വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. അവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹിക്കുന്ന കർത്താവിന്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ദൈവിക സ്നേഹം ഹല്ലേലൂയ ആഴമായി
കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ ഇടയാകണമേ. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, ഓരോ ദിനവും ദൈവത്തിങ്കിലേക്ക് ഹല്ലേലൂയ പൂർണ്ണ ആശ്രയത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ അപ്പനോട് ചേർന്ന് നിൽക്കുവാൻ എല്ലാവരെയും ഇടയാക്കണം കർത്താവേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.